കഴിഞ്ഞ ദിവസം വിവേക് എക്സ്പ്രസ്സിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. വേറൊന്നുമല്ല, ഈ ഹിന്ദിക്കാരൻ പാൻ പരാഗ് ട്രെയിനിൽ വിൽക്കുന്ന ഒരു സംഭവമാണ്. ഓടി നടന്ന് എല്ലാ ഹിന്ദിക്കാർക്കും പാൻ പരാഗ് കൊടുക്കുമായിരുന്നു ഈ ഹിന്ദിക്കാരൻ. വിലക്ക് പലതരത്തിലുള്ള പാൻ പരാഗാണ് വിൽക്കുന്നത്. ഇതൊക്കെ ലീഗലാക്കിയെന്ന് വരെ ഞാൻ ഓർത്തുപോയി. കാരണം അത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇവർ ഈ ട്രെയിനിൽ ഇത് വിറ്റുണ്ട് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 3 നഴ്സിംഗ് റിസൈനേഷൻ വ്ളോഗിന് കോയമ്പത്തൂരാണ്. അങ്ങനെ കോയമ്പത്തൂർ റിസൈനൊക്കെ ചെയ്ത ശേഷം ഞാനൊരു 6 മണി ആ ടൈമിലാണ് ഞാൻ വന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് അറിയണം രാവിലത്തെ ഒരു ട്രെയിൻ ഡിലേ ആയിട്ട് ഒരു 6:20 ടൈമിൽ വരുന്നുണ്ടെന്ന്. പക്ഷേ എനിക്ക് അത് അറിയില്ലായിരുന്നു എന്നെ കാത്തിരിക്കുന്നത് വിവേക് എക്സ്പ്രസ് ആണെന്ന്. ഞാൻ ഒന്നും അറിയാണ്ട് ട്രെയിനിൽ കയറിയത്. ട്രെയിനിൽ കയറിയ വഴി തന്നെ നല്ല തിക്കും തിരക്കും, ഫുൾ ബോഗി നിറച്ച് കുത്തി നിറച്ച ആൾക്കാരെ കണ്ടപ്പോഴേ ഞാൻ ഓർത്ത് ഇത്ര ക്രൗഡ് എന്താ ട്രെയിനിന്. പിന്നെ ഞാൻ സത്യം അറിയാവുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും വൃത്തികെട്ട ട്രെയിൻ എന്നറിയപ്പെടുന്ന വിവേക് എക്സ്പ്രസ് ആണ്. വിവേക് എക്സ്പ്രസിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഞാൻ കണ്ടു തുടങ്ങി. ഇരുന്നോടത്ത് ചവച്ചതും തുപ്പിയതുമായ സാധനങ്ങളും, ഫുൾ ചുറ്റുപാട് ഫുള്ളും വൃത്തിഹീനവും അതനുസരിച്ച് നല്ല സ്മെല്ലും ഉണ്ടായിരുന്ന ട്രെയിനിന്. ആൾക്കാർ പറയുന്നത് കറക്റ്റാണ്. എനിക്ക് കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളം വരെ പോകാനായിട്ടൊരു 5 മണിക്കൂർ അടുത്ത് എനിക്ക് ട്രെയിനിൽ ഇരുന്നാൽ മതിയായിരുന്നു. പക്ഷേ 2-3-4 ദിവസമൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം. കാരണം സ്മെല്ലാണ് ഏറ്റവും മെയിനായിട്ട് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. സമയത്താണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഈ ഒരു ഹിന്ദിക്കാരൻ വന്ന് ഇങ്ങനെ പാൻ പരാഗ് എല്ലാവർക്കും കൊടുക്കണ കാണുന്നത്. ഞാനിത് ആദ്യമായിട്ട് ഈ ട്രെയിനിലാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആലുവ എത്തിയപ്പോൾ തന്നെ കുറേ ആൾക്കാരൊക്കെ ഇറങ്ങി. അടുത്ത് എറണാകുളം എത്തിയപ്പോൾ ഞാൻ ചാടി ഇറങ്ങിയെങ്കിലും ഞാൻ ആ ട്രെയിനിൻ്റെ കാര്യം ആലോചിക്കുമായിരുന്നു. ഒരു 5-5.5 മണിക്കൂർ ഇരുന്നപ്പോൾ തന്നെ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ 2-3 ദിവസമൊക്കെ ഇരുന്ന് ഒരു ഗതിയില്ലാണ്ട് യാത്ര ചെയ്യുന്നവരെയൊക്കെ അതിൽ സമ്മതിച്ചു കൊടുക്കണം. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ടാസ്ക് തന്നെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് ഗൈസ്. അപ്പോൾ ടാറ്റ ഗൈസ്.